ഗുഡ് മോർണിംഗ്. ഇന്നൊരു സെയിൽ വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒരു ഗാർഡൻ ടൂർ പറയാൻ പറ്റില്ല. അഡീനിയം ഫ്ലവേഴ്സ് നിറയെ പൂവിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രമാത്രം. അതല്ലാതെ സെയിൽ വീഡിയോ ഒന്നല്ല. സെയിലിന് 2 ദിവസം മുമ്പ് അഡീനിയം സീഡ്സിൻ്റെ സെയിലിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് സീഡ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ, എല്ലാം സോൾഡ് ഔട്ടായി. ഇനി എന്തായാലും ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ സീഡ് മെച്യൂർ ആവും. അപ്പോൾ വീണ്ടും സെയിൽ വീഡിയോ ഇടാം. മെച്യൂർ ആവണ സീഡ് ഈ ഒരു സീഡാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫ്ലവർ. ഈ ഒരു സീഡാണ് മെച്യൂർ ആവാൻ ചാൻസ് ഉള്ള സീഡ്സ്. അപ്പോൾ 2 ആഴ്ച ടൈം എന്തായാലും ഉണ്ടാവും. പിന്നെ സീഡ്സ് മേടിക്കുമ്പോൾ മദർ പ്ലാന്റ് ഇതാണെങ്കിൽ കൂടിയിട്ട് ബേബി പ്ലാന്റ് ഇതേ സെയിം വെറൈറ്റി ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇത് കണ്ട, ഇതുപോലെ സീഡ് കുഴിച്ചിട്ടുണ്ടായതാണ്, പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറാണ്. അതിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് പോലും വ്യത്യാസമുണ്ട്. പിന്നെ അതിന് നടുവിലൊരു വരയുണ്ട്. ഇതിനൊന്നും അങ്ങനൊരു ഫീച്ചറില്ല. അപ്പോൾ മദർ പ്ലാന്റ് അതാണെങ്കിൽ കൂടിയിട്ട് ബേബി പ്ലാന്റ് ഇതാണ് കിട്ടിയത്. അതുപോലെ തന്നെ മുന്നേ വേറെ സീഡ് കുഴിച്ചിട്ടപ്പോൾ കിട്ടിയൊരു ഫ്ലവറാണ് ഇത്. അതും വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതും അതെ, ഇത് കണ്ടില്ലേ, വൈറ്റ്, നല്ല വൈറ്റാണ്. അങ്ങനെ ഇത് വേറെ ഒരു ഷെയ്ഡ്. അഡീനിയം പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഉള്ളിൽ നമ്മൾ വൈറ്റിൻ്റെ പകരം യെല്ലോ ഷെയ്ഡാണ് ഇതിന്. ഇത് ഹൈബ്രിഡാണ് കേട്ടോ. അതിന് സീഡ് ഉണ്ടായിട്ടുണ്ട്. സീഡ് മെച്യൂർ ആയിട്ടില്ല, സീഡ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും പൈസ മുതലായ ഒരു ഫ്ലവറാണിത്, ഒരു പ്ലാന്റാണിത്. കണ്ടോ, നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ. ഭയങ്കര ഉണ്ടയായിട്ട് നിൽക്കണം, മൾട്ടിപ്പെറ്റൽ നല്ല ഉണ്ടയായിട്ട് നിൽക്കും. പിന്നെ എപ്പോഴും നിറയെ പൂക്കളും ഉണ്ടാവും, നിറയെ മുട്ടും ഉണ്ടാവണ ഒരു പ്ലാന്റ് അത്. ഇതിനും സീഡൊന്നും ആയിട്ടില്ല ഇതുവരെ. പിന്നെ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഈ ഒരു ഫ്ലവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ വെയിറ്റ് കൂടിയിട്ടെന്ന് പറയുക, എപ്പോഴും ഫേസ് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് ആ ഫ്ലവറിൻ്റെ ഭംഗി ശരിക്കും കാണില്ല. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. എപ്പോഴും ഫേസ് ഡൗൺ ആയ കാരണം ഇതാണ് ഫ്ലവർ നേരെ നിൽക്കില്ല, എപ്പോഴും താഴത്തേക്ക് അതിൻ്റെ ഫേസ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. നേരെ മറിച്ച് ഇത് നമുക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കണേ. ഇതും അതെ, നമ്മളെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കണത്. അത് കാരണം നമുക്ക് അതിൻ്റെ ഭംഗി കാണാൻ പറ്റും. ഇത് താഴേക്കായ കാരണം അതിൻ്റെ ഭംഗി അത് കാണുന്നില്ല. പിന്നെ ഹൈബ്രിഡിൻ്റെ ഇതൊരു മൾട്ടിപ്പെറ്റൽ, ഒരു വയലറ്റ് കളറ്. അതിൻ്റെ സീഡ് ഉണ്ടായിട്ടുണ്ട്, മെച്യൂർ ആയിട്ടില്ല. പിന്നെ സിംഗിൾ പെറ്റലിൻ്റെ സെയിം റേറ്റ് ആവില്ല കേട്ടോ. മൾട്ടിപ്പെറ്റലിൻ്റെ സീഡ്സിനെ കൊടുക്കുന്നത് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കറിയാം, സീഡൊക്കെ നല്ല റേറ്റാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീഡ് ആമസോണിലൊക്കെ വിൽക്കുന്നുണ്ട്, പക്ഷേ നല്ല റേറ്റിനാണ് അവർ സീഡ് എടുക്കുന്നത്. പിന്നെ ഞാൻ സീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള സീഡ് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ സീഡ്സ് അപ്പം തന്നെ ഒഴിക്കും. മീൻസ് സീഡ് നമ്മൾ ഇടിക്കും തോറും പഴകും തോറും അത് ജെർമിനേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കുറവാണ്. പിന്നെ അൺഹെൽത്തി പ്ലാന്റ്സ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ സീഡ്സ് ഞാൻ അപ്പോൾ ഒഴിവാക്കും, ഞാൻ എടുത്ത് വെക്കില്ല. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് 2-3 തരം സീഡ് തരുമെന്ന്. അപ്പോൾ ഒരുമിച്ച് മെച്യൂർ ആവണ സീഡ്സ് ആണെങ്കിൽ എനിക്ക് 2-3 തരത്തിൻ്റെ പ്ലാന്റിൻ്റെ തരാൻ പറ്റും. പക്ഷേ അതല്ലാതെ എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് തന്നെ സീഡെല്ലാം ചിലപ്പോൾ വല്ല ഫംഗസ് രോഗബാധിതമായിട്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നമായി കാരണം ജെർമിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ എടുത്ത് വെക്കാറില്ല സീഡ്സ് ഒന്നും. അപ്പോൾ സെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ സെയിൽ ചെയ്യാത്തത് അപ്പം തന്നെ കുഴിച്ചിടാറാണ് പതിവ്. പിന്നെ സീനിയ കാണാൻ നല്ല ഭംഗിയാട്ടാ, പക്ഷെ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അതാണ് പ്രശ്നം. ഇത് കുറച്ച് ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വാടി ഉണങ്ങി നിൽക്കുന്നത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഗാർഡനിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്.
അതുപോലെ തന്നെ നിത്യ കല്യാണി, അത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാൻറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.